നമുക്കൊപ്പം ചാണ്ടി ഉമ്മൻ ചേരുന്നുണ്ട്. റോമിലൊക്കെ പോയി ഉഷാറായി വാഴിക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് കർദിനാളിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി ചാണ്ടി ഉമ്മൻ നമുക്കൊപ്പം എത്തിച്ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സി ചാണ്ടി ഉമ്മൻ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാർപ്പാപ്പയെ കണ്ടായിരുന്നു സി ചാണ്ടി ഉമ്മൻ വത്തിക്കാനിൽ പോയപ്പോൾ? ഐ മീൻ നേരിട്ട് അടുത്ത് കാണാൻ സാധിച്ചോ? അതെ, ഞങ്ങൾ തീർച്ചയായിട്ടും ശിവേരി മഠത്തിൻ്റെ സർവ്വമത സമ്മേളനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് റോമിൽ പോയിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ഒരു കോൺഫറൻസ് അവിടെ നടന്നു. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ മാർപ്പാപ്പയെ കാണുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷമാണ് കോൺഫറൻസ് നടന്നത്. അതിനുശേഷം അതിൻ്റെ സമാപനം അസീസിയിൽ നടന്നു. വലിയ നല്ല രീതിയിൽ കാര്യങ്ങൾ അവിടെ നടന്നത് വളരെ സന്തോഷത്തോടെ അവസ്ഥ ഓർക്കുകയാണ്. ഈ പൊതുവെ ചാണ്ടി ഉമ്മൻ എങ്ങനെ ഒരു യാത്രാപ്രിയനാണോ? യാത്രകൾ താല്പര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് കുറയ്ക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു സർവ്വ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കുറച്ച് യാത്ര ചെയ്യും. അതൊരു നല്ല അനുഭവമായിരുന്നു അല്ലേ ശ്രീ ചാണ്ടി ഉമ്മൻ? 1924 ശ്രീനാരായണ ഗുരുവിന്റെ ആലുവയിലെ സർവ്വമത സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിച്ചതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പറ്റിയ ഒരു സമ്മേളനമാണ് വത്തിക്കാനിൽ നടന്നതല്ലേ? തീർച്ചയായിട്ടും ലോകത്തിലെ 6 മതങ്ങളുടെ പ്രതിനിധികൾ വന്ന് പങ്കെടുത്ത പരിപാടി അത് വത്തിക്കാനിൽ വെച്ച് നടന്നപ്പോൾ ദേശീയ അന്തർദേശീയ ശ്രദ്ധ അതിന് കൈവന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ മാർപ്പാപ്പ ഗുരുദേവനെ പറ്റി പറഞ്ഞതും വലിയ വാർത്തയായി മാറിയിരുന്നു. അതൊക്കെ ഇന്ത്യയിൽ ഉടനീളം അത് കവർ ചെയ്തു. ലോകത്തെ പല മീഡിയാസിൽ വന്നു. തീർച്ചയായിട്ടും അതും വലിയൊരു സന്ദേശം. മതങ്ങൾ തമ്മിലുള്ള സമന്വയം അത് കാണുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ ആദ്യമായിട്ടാണോ റോമിൽ പോകുന്നത്? അല്ലല്ലോ, ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കർദിനാളിൻ്റെ വാഴിക്കൽ ചടങ്ങിലും ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് വത്തിക്കാനിൽ, നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ? അതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിയത് വീണ്ടും. കാരണം ഈ ഒരു സർവ്വ സമ്മേളനം യാഥാർത്ഥ്യമാക്കിയത് കർദിനാൾ ജോർജ് കൂവക്കാട്ടിൻ്റെ ഒരു ഇടപെടലാണ്. അദ്ദേഹം വൈദികനായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മാർപ്പാപ്പയെ കാണുവാൻ പ്രത്യേക പെർമിഷൻ മേടിച്ചു തന്നു. ഞാനും സർവേശ്വരാനന്ദ സ്വാമിയും അതുപോലെ ബാബുരാജ് അവர்களுം ബഹ്റിനിൽ നിന്നുള്ള ഒരു നേതാവാണ്. അദ്ദേഹവും ഞങ്ങൾ 3 പേരും പോപ്പിനെ കാണുന്ന ഒരു അവസരം ഒരുക്കി തന്നത്. പരിപാടിക്ക് വേണ്ട എല്ലാ സൗകര്യവും സംസാരിച്ചായിരുന്നു. പല കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന പൊളിറ്റിക്കൽ ഡെലിഗേഷനെ അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവരുമായിട്ടൊരു ഫോട്ടോ എടുത്തു. ഞങ്ങളുമായി ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ 180 പ്രതിനിധികളോളം അവരുമായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. വളരെയധികം ഒരു വളരെ പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിലാണ് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. വളരെ സന്തോഷം. കാരണം ഒരാൾ പോലും പേര് പോലും ചോദിക്കാതാണ് ആ പേപ്പൽ പാലസിലേക്ക് ഞങ്ങളെ കയറ്റിവിട്ടത്. ഞങ്ങളെ സ്വിസ് ഗാർഡിന്റെ കൂടിയാണ് ഹാളിലേക്ക് കൊണ്ടുവന്നത്. 2 മണിക്കൂറോളം അദ്ദേഹം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ പങ്കെടുത്ത ഓരോരുത്തർക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളായിരുന്നു. ഓക്കെ, എന്തെങ്കിലും മാർപ്പാപ്പ നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ പുതുപ്പള്ളി കോട്ടയം ഭാഗത്തുകൂടി നമുക്കൊന്ന് കൊണ്ടുവരണം അല്ലേ ശ്രീ ചാണ്ടി ഉമ്മൻ? തീർച്ചയായിട്ടും.